പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 20 നമ്മുടെ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ, നമ്മുടെ സഭായോഗത്തിൻ്റെ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തി. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ ആമേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത്, ശ്രേഷ്ഠമായി നടത്തുന്നതോർത്ത്, നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ അത്ഭുതത്തോടെ നടത്തുന്ന കർത്താവിന് കരമുയർത്തിക്കൊണ്ട് പറ, കർത്താവെ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ കോട്ടയാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ മറവിടമാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ പ്രൊവൈഡറാകിയാൽ സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചവൻ, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവൻ അങ്ങാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നല്ല കർത്താവിന് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 2026 മാർച്ച് മാസം 20 ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇത് ഒരു വലിയ മഹത്വത്തിൻ്റെ പകലെന്ന്, മഹത്വത്തിൻ്റെ ദിവസമെന്ന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ശത്രുവിൻ്റെ സകല പ്ലാനുകളും ഈ ദിവസം ഞങ്ങൾക്ക് വിരോധമായി ശത്രു വച്ചിരിക്കുന്ന പദ്ധതികൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് ജയത്തിൻ്റെ ദിവസമെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് റൈറ്റ് നീ ജോയിൻ്റുള്ള വേദനകൾ, വലത്തുകാലിൻ്റെ മുട്ടിനുള്ള വേദന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽ വെള്ളയുടെ അടിയിലുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. കണ്ണ് ഡ്രൈ ആയി പോകുന്നു, കണ്ണടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു, അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കണ്ണിൻ്റെ മേൽ ഈ ദൈവമക്കൾക്ക് പ്രത്യേകമായ ഒരു കൺട്രോൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ ആ കണ്ണുകളുടെ മേൽ ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. കർത്താവ് അത്ഭുതം ചെയ്യണം. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അവരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ നമ്മുടെ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കഴിഞ്ഞ 5 ദിവസത്തെ നമ്മുടെ മീറ്റിങ്ങുകളെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ഞായർ മുതൽ ഇന്നലെ വരെ നമുക്ക് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കാൻ, ദിവസവും കൂടി വരുവാനൊക്കെ കർത്താവ് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമുക്ക് സഭായോഗമാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. ഇന്ത്യൻ സമയം രാവിലെ 9:30 സഭായോഗം ആരംഭിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന 27 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സങ്കീർത്തനക്കാരൻ്റെ ഭയങ്കരമായൊരു ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹം ദൈവസന്നിധി വെക്കുക. കർത്താവേ, എൻ്റെ ആഗ്രഹം വേറെ ഒന്നുമല്ല. എന്നെ രാജാവാക്കണം, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തെ നിലനിർത്തണം, ഇന്നത് സംരക്ഷിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത്. കർത്താവേ, ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് അങ്ങയുടെ മനോഹരത്വം എനിക്ക് കാണണം. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, അങ്ങയുടെ കൂടെ എനിക്കിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിവിധ തരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, എനിക്കത് തരണമേ, എനിക്കിത് തരണമേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടത്തി തരണമേ, എൻ്റെ വാഹനത്തെ സൂക്ഷിക്കണമേ, എൻ്റെ ജോലിയെ കാത്തുകൊള്ളണമേ. ഇങ്ങനെയുള്ള പല പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും പവർഫുള്ളായുള്ള പ്രയർ എന്ന് പറഞ്ഞാൽ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണം,
അങ്ങയുടെ സാന്നിധ്യത്തിൽ എനിക്കിരിക്കുവാൻ അങ്ങ് എനിക്ക് കൃപ തരണം. അങ്ങയുടെ കൂടെ ഇരിപ്പാൻ അങ്ങ് എനിക്ക് സഹായിക്കണം. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ കർത്താവ് നമുക്ക് തരാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലുള്ളൊരു പ്രാർത്ഥനയെ, വളരെ ഉയർന്ന തലത്തിലുള്ളൊരു പ്രാർത്ഥന. കർത്താവെ, ഞാൻ ഏതിനേക്കാളും അധികമായി ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചു, അങ്ങയോടൊന്ന് ചേർന്നിരുന്ന് ആഴമായി അങ്ങയോട് പറ്റിയിരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ആ പ്രാർത്ഥന എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അടുത്തിരിക്കാൻ അങ്ങ് കൊതിക്കണം. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ കയ്യിലേക്കാണ് നോക്കുന്നത്. കയ്യിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവെ എനിക്ക് എന്നാ തരുന്നത്, കർത്താവെ എനിക്ക് എന്നാ തരുന്നത്, കർത്താവെ എനിക്ക് അത് തരണമേ, കർത്താവെ എനിക്ക് ഇത് തരണമേ. ആമേൻ. ആ പ്രാർത്ഥനകളാണ് നമ്മൾ കൂടുതലും തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു, അതിന് പകരമായി അപ്പാ ഞാൻ ആ മുഖത്തേക്ക് നോക്കുക, ആ മുഖത്തേക്ക് നോക്കി ഞാൻ ഇരിക്കുക. ആമേൻ. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ നന്ദി പറയുക, അങ്ങയുടെ ആ വലിയ നിറവിനായിട്ട് ഞാൻ നന്ദി പറയുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ പറ്റിയിരിപ്പാൻ എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നത്. അവൻ അങ്ങനെ നമുക്കൊന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവൻ സങ്കീർത്തനക്കാരൻ മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, സങ്കീർത്തനം 63 അതിൻ്റെ ആരംഭവാക്യം, ദൈവമേ, അങ്ങൻ്റെ ദൈവം അധികാലത്ത് ഞാൻ കർത്താവിനെ അന്വേഷിക്കും. അവൻ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം കർത്താവിനായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം കർത്താവിനായി കാംക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ എന്തൊക്കെ നമ്മൾ കാണും? ബലവും മഹത്വവും കാണുവാൻ ഇടവരും. ആമേൻ. താങ്ക് യു ജീസസ്. ആ ദൈവിക ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായി ഉയർന്നു വരുവാനിടവരും. അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ ഈ ചോദിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കാളൊക്കെ ആമേൻ അധികമായ ലെവലിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. സങ്കീർത്തനക്കാരൻ നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ആമേൻ, അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അപ്പോൾ സാന്നിധ്യം ആഗ്രഹിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് സന്തോഷിക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യും? അനർത്ഥ ദിവസത്തിൽ ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവനെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പൈസയേക്കാൾ അധികമായി ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ അധികമായി വർദ്ധിക്കണം. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അധികമായി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. മോശ പർവ്വതത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്നാ? മോശയുടെ മുകളിൽ വെളിപ്പെട്ട ദൈവിക ഗ്ലോറി എന്ന് പറയുന്നത് അസാധാരണമായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ വേറെ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം എന്നെ മൂടട്ടെ, അങ്ങയുടെ സാന്നിധ്യം ഇതുവരെ അനുഭവിക്കാത്തതുപോലെ അനുഭവിപ്പാൻ അങ്ങനെനിക്ക് കൃപ തന്നാട്ടെ. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കും ഈ ദിവസങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കണം, അതിനുവേണ്ടി പ്രത്യേകമായി കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. ആമേൻ. വില കൊടുത്ത് കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്നത് നമ്മുടെ ആവശ്യങ്ങളെ പറയാൻ വേണ്ടി, കർത്താവേ എനിക്കത് തരണമേ, കർത്താവേ എനിക്കിത് തരണമേ എന്ന് പറയാൻ വേണ്ടി. അത് മാറ്റി വെച്ചിട്ട്, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ മൂടണമേ, അങ്ങയുടെ മുഖം ഒന്ന് കാണുവാൻ എന്നെ സഹായിക്കണമേ, അങ്ങയുടെ നിറവിനാൽ എന്നെ നിറയ്ക്കണമേ, അപ്പാ ഞാൻ അങ്ങയോടൊന്ന് ചേർന്നിരിക്കട്ടെ എന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കുക. കർത്താവ് അതിനെ നമുക്ക് ഇടവരട്ടെ. ഇതിന് പറയുന്ന പേരാണ് കൂട്ടായ്മ പ്രാർത്ഥന. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ കാര്യങ്ങളെ ഉയർത്താൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖപ്രകാശം, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായി വർദ്ധിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഈ പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ, ആ മഹത്വത്തിന് നടുവിലിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.